ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു പായസം റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പോളം ഉണക്കലരി വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന മധുരത്തിനാവശ്യമായ ശർക്കര നീര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഈ അരിയിലേക്ക് മധുരം നന്നായിട്ട് പിടിക്കണം, എന്നാൽ മാത്രമേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വറ്റി വരട്ടെ. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് ഞാനൊരു 1.5 കപ്പോളം തന്നെ രണ്ടാം പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായി. അതും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വരുമ്പോഴേക്കും എന്താ മണമെന്നറിയോ. അപ്പോഴേക്കും അങ്ങനെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് രണ്ടാം പാൽ നന്നായിട്ട് വറ്റി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക്. ഇനി ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത് ഒരുപാട് അങ്ങോട്ട് വറ്റിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഒന്നാം പാലും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ചവ്വരി വേവിച്ച് വെച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടിക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് അല്ലേ, കഴിക്കാൻ നേരത്ത് ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോഴേക്കും ഞാൻ കുറച്ച് ചവ്വരി വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചെടുത്തിട്ട് കശുവണ്ടിയും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ കശുവണ്ടിയും കിസ്മിസും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരിപ്പായസം ഇവിടെ തയ്യാറായി. എന്ത് സിമ്പിളാണല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.